മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു പ്രാദേശിക ലേഖനം. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്രാദേശിക ലേഖകൻ, മീഡിയ വണ്ണിൻ്റെ പ്രാദേശിക ലേഖനാണ് ആദ്യം ഇത് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുന്നത്, നമ്മുടെ പ്രാദേശിക ലേഖകന്മാരുടെ ഗ്രൂപ്പിൽ ഇടുന്നത്. അതിനുശേഷം ആ വീട്ടിൽ പോയി ആദ്യമായി പ്രതികരണം എടുത്ത ഒരു വിഷ്വൽ മീഡിയ പ്രവർത്തകൻ, അത് നമ്മുടെ RB സനൂപാണ്. സനൂപ്, ഈ കേസ് ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നതിൽ ഒരു കാരണക്കാരൻ കൂടിയാണ് സനൂപ്. അവിടം തുടങ്ങി ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ഈ ഗ്രീഷ്മ ചെയ്ത എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിൽ നിന്നാണ് സനൂപ് വരുന്നത്. അവരുടെ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? എത്രത്തോളം ശിക്ഷ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഷാരോണിന്റെ കുടുംബത്തിനുള്ളത്. ഷാരോണിന്റെ അച്ഛനോട് നമ്മൾ സംസാരിച്ചു, അച്ഛൻ ജയരാജനോട് സംസാരിച്ചു, അമ്മ പ്രിയയോട് സംസാരിച്ചു, സഹോദരൻ ഷീമോനോട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പരമാവധി ശിക്ഷ കിട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. അപ്പോൾ ആ തുടക്കത്തിൽ ഈ 17-ാം തീയതി അന്ന് ഈ ശിക്ഷ കുറ്റക്കാരിയല്ല എന്ന്, അമ്മ സിന്ധു കുറ്റക്കാരിയല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷമം അച്ഛനുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒത്താശ ചെയ്തത്, കഷായം വാങ്ങി നൽകിയതിൽ പോലും ഒത്താശ ചെയ്തത് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവാണ്. അതുകൊണ്ട് സിന്ധുവിന് കൂടെ ശിക്ഷ വേണമെന്നൊരു അഭിപ്രായം ആ തുടക്കത്തിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, കൃത്യമായിട്ടുള്ള തെളിവില്ലാത്തതുകൊണ്ടായിരിക്കാം നിലവിൽ ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടിയാൽ മതി എന്നുള്ള ഒരു നിലയിലേക്ക് കുടുംബം എത്തിക്കഴിഞ്ഞു. അത് സഹോദരനായിട്ട് സംസാരിച്ചപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി സഹോദരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഗ്രീഷ്മ തന്നെയാണ് ഇതിന്റെ ഈ കൃത്യത്തിന് വേണ്ടി ഗ്രീഷ്മ ഈ 10 മാസം എടുത്ത് ഈ നെറ്റിലും ഇന്റർനെറ്റിലും ഒക്കെ സെർച്ച് ചെയ്ത് എങ്ങനെ വേണം ഈ പദ്ധതി നടപ്പിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ച് പരിശോധിച്ച ശേഷമാണ് ഈ കൃത്യത്തിലേക്ക് കിടക്കുന്നത്. കാരണം 2 വട്ടം ഈ അറ്റംപ്റ്റ് ഒക്കെ നടത്തി നോക്കിയായിരുന്നു. പക്ഷെ അതൊക്കെ പരാജയപ്പെട്ട ശേഷം അവിടെ നിന്നും പിൻവാങ്ങാതെയാണ് അവസാനം കഷായത്തിൽ ഈ പറയുന്ന പാരക്കീറ്റ് എന്ന് പറയുന്ന കീടനാശിനി ചേർത്ത് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം എന്നുള്ളൊരാവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ സനൂപ്, ഈ കേസിന്റെ ആദ്യ സമയങ്ങളിൽ അമ്മയുടെ അച്ഛൻ്റെ പ്രതികരണം സനൂപ് എടുക്കുന്നുണ്ടായിരുന്നു. അവർ ആദ്യം മുതൽ പറയുന്നത്, അന്ന് പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു നിസ്സഹരണം ഉണ്ടായിരുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു. ആദ്യം മുതൽ അവർ ഒരു വാദത്തിൽ ഉയർച്ചയായിരുന്നു ഗ്രീഷ്മയാണ് ചെയ്തത് എന്നുള്ളത്. പിന്നീടുള്ള ദിവസങ്ങളിലാണ് അത് തെളിഞ്ഞു വന്നത്, അല്ലേ? ഏകദേശം, അതായത് ഷാരോൺ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 20-ാം തീയതി വരെയെങ്കിലും പോലീസ് കാര്യമായിട്ടുള്ള നടപടിയിലേക്ക് കടന്നില്ല എന്നാൽ സത്യമാണ്. കാരണം അന്ന് ഈ പാറശാല പോലീസിന് തുടക്കത്തിൽ ഇവർക്ക് പരാതി ലഭിക്കുന്നു. പക്ഷെ അവർ ഒന്ന് ഷാരോണിനെ കണ്ട് മൊഴിയെടുക്കുന്നു, ഷാരോണിന്റെ കുടുംബങ്ങളെ കണ്ടെങ്കിലും ഗ്രീഷ്മയിലേക്ക് എത്തിയിരുന്നില്ല അവർ. പിന്നീട് ഷാരോൺ മരിക്കുന്നതിന് ശേഷം മാധ്യമങ്ങൾ അടക്കം ഈ വാർത്ത ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് തുടക്കത്തിൽ പോലീസ് ഊർജ്ജസ്വലമായിട്ട് ഇടപെട്ടു. അതിനുശേഷം ഈ ഒരു പാറശാല പോലീസിന്റെ നിസ്സംഗത തന്നെയാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം കൊണ്ടുവന്ന് എത്തിച്ചത്. ക്രൈംബ്രാഞ്ച് വരുന്നു, കൃത്യം, അതായത് മരിച്ചു കഴിഞ്ഞു, ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു. നമ്മളെ തിരുവനന്തപുരത്തെ SP ഓഫീസിൽ വെച്ചാണ് അന്ന് ചോദ്യം ചെയ്യുന്നത്. അന്ന് ചോദ്യം ചെയ്തു ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയത്. അതായത് കൃത്യം തെളിവുകൾ, ഈ സമയം കൊണ്ട് തന്നെ കൃത്യം തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധന്റെയും അതുപോലെ ചികിത്സിച്ച ഡോക്ടർമാരുടെയൊക്കെ മൊഴിയും മറ്റും രേഖപ്പെടുത്തി ഈ വ്രണങ്ങൾ, ശരീരത്തിൽ ഒരുപാട് വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ 11 ദിവസത്തോളം ഈ മരുന്ന് ഉള്ളിൽ കിടന്നിട്ടുണ്ടായിട്ടുള്ള വ്രണങ്ങൾ ഓരോ ആന്തരിക അവയവത്തിലും തിരുവനന്തപുരം ബ്യൂറോ ആണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. RB സനൂപ്, സൈഫ് സൈൻ ലാബ്ദീൻ, ഷിജോ കുര്യൻ കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം വിധി പ്രസ്താവം വരികയായി. ജഡ്ജി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം പ്രതിയെയും കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് എന്തായിരിക്കും കോടതി കാത്തുവച്ചിരിക്കുന്ന വിധിയെന്നറിയാൻ ഇനി അരമണിക്കൂർ മാത്രമാണ് സമയം ബാക്കിയുള്ളത്. പരമാവധി ശിക്ഷ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത ഈ കൊടും കുറ്റകൃത്യത്തിന് മാതൃകാപരമായ ശിക്ഷ നൽകിക്കൊണ്ട് ശരിയായ സന്ദേശം സമൂഹത്തിന് നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ താൻ വലിയ തോതിലുള്ള പഠനങ്ങൾ പൂർത്തിയാക്കിയ, ഇനിയും പഠിക്കാൻ ആഗ്രഹമുള്ള, കരിയർ മോഹങ്ങളുള്ള ഒരു ചെറിയ കുട്ടിയാണെന്നും തന്നെ ആ നിലയ്ക്കുള്ള അനുഭാവത്തോടെയുള്ള സമീപനം തന്നോട് വേണമെന്ന് ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അഭിഭാഷകനും കോടതിയിൽ പറയുന്നു. എന്തായിരിക്കും കോടതി ഇതിനിടയിൽ എടുക്കുന്ന തീരുമാനമെന്ന് കാത്തിരിക്കാം. അരമണിക്കൂർ മാത്രമാണ് സമയം ബാക്കിയുള്ളത്.